ജയൻ രവിയും വന്നുപോയതിനു ശേഷം അഗ്നിയുടെ ഒറ്റപ്പെടൽ കുറഞ്ഞ പോലെ അവന് തോന്നി. ശരിക്കും ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ജയുടെ ഫാമിലി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. പോകുന്നതിന് മുമ്പായി രണ്ടുപേര് തറവാട്ടിലേക്ക് വരണം എന്ന് സ്നേഹത്തോടെ ക്ഷണിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത്. അഗ്നി തന്റെ ഓഫീസ് റൂമിൽ പുതിയ വർക്കിന്റെ ഫയൽ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അവന്റെ കൂടെ സഹായത്തിനായി വിനോദം ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അഗ്നിയുടെ ഫോൺ ബെല്ലടിച്ചത്. പക്ഷെ അഗ്നി അറിഞ്ഞിരുന്നില്ല. നാളെ അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് ആയതിനാൽ അത് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു അവൻ. മാത്രമല്ല നല്ല പ്രഷറിലിരിക്കുകയായിരുന്നു അഗ്നി ആ സമയം. സർ, വിനോദ് അവനെ വിളിക്കവേ അഗ്നി തലയുയർത്തി അവനെ ഒന്ന് നോക്കി. പിന്നെന്താണെന്ന അർത്ഥത്തിൽ പുരുകമുയർത്തി നോക്കവേ, സർ, കുറെ നേരമായി സാറിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. വിനോദ് ഫോണിലേക്ക് ചൂണ്ടി പറയവേ ഒരു നിമിഷം അവന്റെ ശ്രദ്ധ ഫോണിലേക്ക് പോയി. പ്രൈവറ്റ് നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞു കാണവേ ഒരു വേള അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അഗ്നിയുടെ മുഖത്തെ അപ്പോഴത്തെ ഭാവം കാണവേ വിനോദ് പോലും ഒരു നിമിഷം പേടിച്ചു പോയി. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ വിനോദ് പോയി GJ ഗ്രൂപ്പിന്റെ ടെൻഡർ എന്തായെന്ന് പോയി ചെക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ആയി വരണം. അതും അരമണിക്കൂറിനുള്ളിൽ. പ്രൈവറ്റ് നമ്പർ കണ്ടതും അഗ്നിയാകെ ടെമ്പർ തെറ്റി എന്ന് തന്നെ പറയാം. ശരി സാർ പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ജീവനിൽ ആർക്കാ കൊതിയില്ലാത്തത്? അവൻ അതേ ദേഷ്യത്തോടെ ഫോൺ എടുത്തു. ഒന്നാമത് വർക്കിന്റെ പ്രഷർ, ആരുവിന്റെ കാര്യം, ഇതിന്റെ കിടയിൽ ഇവളും. അഗ്നിക്കാകെ ദേഷ്യം വന്നു പോയി. ഇത്ര നാൾ ശല്യമില്ലാതിരുന്നപ്പോൾ വിചാരിച്ചു പോയി കാണുമെന്ന്. എത്ര സിം മാറ്റി, ഫോൺ വരെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇവളിങ്ങനെ കൃത്യമായി എന്റെ നമ്പർ കണ്ടെത്തുന്നു. ആരാണ് ഇവൾക്ക് എന്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്? ആരായാലും കണ്ടുപിടിക്കണം. എന്തായാലും എടുക്കാം. ഇവൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാലോ. അവൻ ഒരു സംശയത്തോടെ അതിലുപരി ദേഷ്യത്തോടെ ഫോൺ എടുത്തു. ദേവേട്ടാ, ഹലോ പോലും പറയാതെ കൊഞ്ചലോടെയുള്ള അവളുടെ സ്വരം. ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്ന അഗ്നി ഒരു നിമിഷം അവളുടെ ദേവേട്ട എന്ന വിളി തറഞ്ഞു നിന്നുപോയി. ഹലോ ദേവേട്ട, കേൾക്കാമോ? തിരികെ മറുപടി ലഭിക്കാതെ വന്നതും അവൾ വീണ്ടും വിളിച്ചു. ഈ പ്രാവശ്യം അഗ്നി സ്വബോധത്തിൽ എത്തിയതും പന്ന പുന്നാര മോളെ, എന്താണ് നിനക്ക് വേണ്ടത്? എന്താണെന്ന് തുടങ്ങി ഭരണിപ്പാട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. ദേവേട്ടൻ ഓക്കെയാണോ? അത്യധികം പ്രണയത്തോടെ അവൾ ചോദിക്കുമ്പോൾ ആ വാക്കുകളിൽ അവൻ ഒരു നിമിഷം കുടുങ്ങിപ്പോയി. തന്നോട് ഇന്നേ വരെ ആരും ചോദിക്കാത്തൊരു ചോദ്യം. പേടിയോട് മാത്രം എല്ലാവരും നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ആദ്യമായി ഒരു പെണ്ണ് തന്നോട് ചോദിക്കുന്നു. അവന്റെ മനസ്സ് ഒരു വേള ശാന്തമായി. അവന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഇല്ലാതായതും ആരു ചേച്ചി പെട്ടെന്ന് ഓക്കെയാകും. തീർച്ചയായും ഇത് ചെയ്തവർ ദേവേട്ടന് മുന്നിലെത്തും. എനിക്കറിയാം ദേവേട്ടൻ അവരെ വെറുതെ വിടില്ലെന്ന്. മരണത്തെക്കുറിച്ച് ശിക്ഷയില്ലെന്നും അറിയാം. എന്ത് ചെയ്താലും സൂക്ഷിക്കണം. കൂടെ ഞാനുണ്ടാകും. നീ ആരാ? നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അഗ്നി ചോദിക്കവേ എനിക്കറിയാം എന്റെ ചെകുത്താനെ. അവൾ താൻ ചോദിച്ചതിന് ഉത്തരം തരാതെ തന്നെ ചെകുത്താനെ എന്ന് കൂടി വിളിച്ചപ്പോൾ ശരിക്കും ആ ഒരു നിമിഷം ചെകുത്താനായി മാറുകയായിരുന്നു അവൻ. ഫോർ വൺ നൈറ്റ് വിത്ത് മീ, റൈറ്റ്? എന്റെ കൂടെ ഒരു രാത്രിക്ക് വേണ്ടിയല്ലേ പന്ന പുന്നാരമോളെ നീ കിടന്നുണ്ടാക്കി വിളിക്കുന്നത്? ദേഷ്യത്തിൽ എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ അവൻ പറയവേ മറുവശത്ത് നിന്ന് ഒരു പൊട്ടിക്കരച്ചിൽ അവന് കേൾക്കാമായിരുന്നു. അത് കേൾക്കവേ ദേഷ്യത്തോടെ ഫോൺ കട്ടാക്കി നിലത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അഗ്നി. അഗ്നിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു പോയിരുന്നു ആ നിമിഷം. ഫദ്രയെ അവൻ ആ നിമിഷം ഓർത്തിരുന്നില്ല. എന്തോ അവൾ വിളിക്കുമ്പോൾ മറ്റാരും അവന്റെ മനസ്സിൽ വരികയില്ല. വല്ലാത്തൊരു ശാന്തത നൽകുന്നതായിരുന്നു അവളുടെ സ്വരം. വേണ്ട, ഫദ്ര അല്ലാതെ വേറൊരുത്തിയെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, അവൻ മനസ്സിലെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു, എന്തിനെന്നറിയാതെ. എന്നാൽ ആദ്യയുടെ കരച്ചിൽ ചീളുകൾ ആ മുറിയുടെ 4 ചുമരുകളിലായി പ്രതിധ്വനിച്ചു. എന്തിനാ ദേവേട്ട എന്നെ ഇങ്ങനൊക്കെ പറഞ്ഞ്? ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെന്നാണോ ദേവേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ശരീര സുഖത്തിന് വേണ്ടിയാണോ ഈ ആദ്യം നിങ്ങൾ സ്നേഹിച്ചത്? എന്തറിഞ്ഞിട്ടാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇത്ര സ്നേഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരു രാത്രിക്കാണോ അങ്ങനെയാണോ ദേവേട്ടൻ എന്റെ പ്രണയം കണ്ടിരിക്കുന്നത്? ഇത് ഞാൻ ക്ഷമിക്കില്ല. ഇനി വിളിക്കില്ല, ഞാൻ പിറകെ വരില്ല. പക്ഷെ ഒരു നാൾ എന്റെ പ്രണയമേട്ടൻ തിരിച്ചറിയും, എനിക്കത് ഉറപ്പാ. അന്ന് ഞാൻ ജീവനോടുണ്ടാകട്ടെ. ഒരു കാര്യം ഓർത്തു വെച്ചോ, നിങ്ങളെ അല്ലാതെ ആദ്യ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല. ആദ്യ എന്നും ആദ്യ അഗ്നിദേവായിരിക്കും. എന്റെ പ്രണയം സത്യമാണ്. എന്റെ പ്രണയം സത്യമാണെങ്കിൽ ഒരു നാൾ നിങ്ങൾ തിരിച്ചറിയും. വിളിക്കില്ല, ഞാൻ ശല്യപ്പെടുത്തില്ല. പക്ഷെ ഭദ്രേട്ടത്തി എന്റെ ഏട്ടന്റെ ഭാര്യയാണ്. നിങ്ങൾ ഇനി ഏട്ടത്തിയെ മനസ്സിലിട്ടുകൊണ്ട് നടന്നാൽ കിട്ടില്ല. എനിക്ക് നിങ്ങളോടുള്ള പ്രണയം കൊണ്ടാ ഏട്ടൻ നിങ്ങളെ വെറുതെ വിടുന്നത്. അവന്റെ വാക്കുകളിൽ ആ പെണ്ണാകെ തകർന്നു പോയിരുന്നു. അഗ്നിക്ക് പിന്നീട് കമ്പനി നിൽക്കാൻ തോന്നിയില്ല.
അവൻ അപ്പൊ തന്നെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. അവൻ തന്റെ ജിം റൂമിലായിരുന്നു. ദേഷ്യവും വിഷമവും എല്ലാം അവൻ അവിടെ തീർക്കുകയായിരുന്നു. എന്തിനെത്ര വിഷമിക്കുന്നു എന്ന് പോലും ആ നിമിഷം അവൻ അറിയുമായിരുന്നില്ല. ജയും ഭദ്രയും ആശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും. അവളുടെ ചികിത്സയുടെ ഭാഗമായി ആശ്രമത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. പതിയെ പതിയെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ നഷ്ടപ്പെട്ടു പോയ ആ ഓർമ്മകൾ. രവി ഇടയ്ക്കിടെ കണ്ടു മടങ്ങുമായിരുന്നു. ഏകദേശം 6 മാസത്തെ ചികിത്സയാണ് വൈദ്യൻ പറഞ്ഞത്. ഈ സമയം ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത് രവിയാണ്. മംഗലത്തെ വീട്ടിൽ അന്ന് ചെറിയച്ചന്മാരും ഭാര്യമാരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹരി മാധവനച്ഛനും കമ്പനിയിൽ പോയിരുന്നു. പഴയതുപോലെ ചെറിയച്ചന്മാർക്ക് കമ്പനിയിൽ നിന്ന് അങ്ങനെ വലുതായി സമ്പാദിക്കാൻ കഴിയില്ലായിരുന്നു. അതുപോലെ കമ്പനി അത്യാവശ്യം നല്ല നഷ്ടത്തിലുമായിരുന്നു. മാധവനും അങ്ങനെ പണമൊന്നും കൊടുക്കാതെയായി. ഹരി എന്നത്തെക്കാളും നേരത്തെ തന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അവൻ നേരെ മംഗലത്താണ് വന്നത്. വാതിൽ തുറന്നു കിടക്കുന്നതിനാൽ അവൻ ആരെയും കാത്തു നിൽക്കാതെ അകത്തേക്ക് കയറിയപ്പോഴാണ് ചെറിയച്ചന്മാരുടെ ചെറിയമ്മമാരുടെ സംസാര ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് ആസത്തിനെ കൂടി അങ്ങ് കൊന്നു തള്ളേണ്ടതായിരുന്നു. ഒരു ശ്രീഭദ്ര അവളുടെ തള്ളെ പോലെ തന്നെയാണ് ആ നാശം പിടിച്ചോളിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഏട്ടനെങ്ങാണോ വിളിച്ചോണ്ട് വരുവോ? മഹാദേവ സംശയത്തോടെ അനിയൻ മണികണ്ഠനോടായി ചോദിച്ചു. ഹേയ്, അങ്ങനൊന്നും ഉണ്ടാകില്ല ഏട്ടാ. നമ്മൾ അതുപോലെയല്ലേ ഏട്ടനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പാർവതിയുടെ പ്രസവത്തോടെ ചത്തു തുലഞ്ഞ് എന്നല്ലേ ഏട്ടൻ കരുതിയേ. പക്ഷെ അങ്ങനെയല്ലെന്ന് നമുക്കല്ലേ അറിയൂ. അതെ മഹിയേട്ട, അന്ന് ആ ഡോക്ടറെ സ്വാധീനിക്കാൻ നമ്മൾ പെട്ട പാട് മണികണ്ഠൻ അന്നത്തെ അവസ്ഥ ഓർക്കവേ പറഞ്ഞു പോയി. അത് മാത്രമാണ് മണിയേട്ട, ആ ജോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടല്ലേ ആ മാരണത്തെ തന്നെ ഇവിടെ ഇറക്കി വിട്ടത്. മഹാദേവന്റെ ഭാര്യ ഇന്നിരെ ആവേശത്തോടെ പറഞ്ഞു. എന്റെ ഏട്ടത്തി ഇറക്കി വിട്ടതല്ലോ, ഏതോ ഒരുത്തന്റെ മുന്നിലിട്ട് കൊടുത്തത് നമ്മൾ തന്നെയല്ലേ. എന്നിട്ട് ആളുകളെ വിളിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിച്ചത് നമ്മുടെ പ്ലാൻ ആണെന്ന് തന്തയ്ക്കും മക്കൾക്കും അറിയില്ല. എങ്കിൽ മാത്രമേ മാധവേട്ടൻ അവളോടുള്ള ദേഷ്യം കൂടൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവളെ ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അടുക്കളക്കാരിയായി ഇവിടെ നിന്നാലും നാളെ ഒരു സമയത്ത് സത്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് നമുക്കത്ര നല്ലതിനാണെന്നാണോ ഏട്ടത്തി പറഞ്ഞു വരുന്നത്? രാധിക അമർഷത്തോടെ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അവൾ കേൾക്കുന്നതായി അവർ ആരും അറിഞ്ഞിരുന്നില്ല. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 19 വർഷത്തിന് ശേഷം ആ സത്യം മറവിക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു. അതും ചെയ്തവരുടെ വായിൽ നിന്ന് തന്നെ. ശ്വാസം നിലച്ചു പോയതായി അവൻ ആ നിമിഷം തോന്നിപ്പോയി. അവനൊന്നും ചോദിക്കാൻ നിൽക്കാതെ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അന്നമ്മയെ നോക്കി ഡോക്ടറെ കണ്ടെത്തണം. അയാൾ ചത്തു തുലഞ്ഞില്ലെങ്കിൽ അയാളുടെ കാലനാകുന്നത് ഞാനായിരിക്കും. അയാളെ കാണണം എത്രയും പെട്ടെന്ന് തന്നെ. പിന്നെ ആ ജോത്സ്യനെയും. എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് അവൻ അവിടെ നിന്നിറങ്ങി. ഹരിയുടെ കണ്ണുകൾ ആ നിമിഷം കാഴ്ചയെ മറിച്ച് നിറഞ്ഞൊഴുകിയിരുന്നു. തന്റെ കുഞ്ഞിപ്പെങ്ങളെ ഓർത്ത് മാത്രമായിരുന്നില്ല, തന്റെ അമ്മയെക്കുറിച്ച് ഓർക്കവേ ഇത്രയും നാൾ ഇതൊന്ന് കണ്ടെത്താൻ കഴിയാത്തത് വേദന അവനെ നിറഞ്ഞു നിന്നിരുന്നു. ഉള്ളിൽ കുറ്റബോധം ആളിപ്പടർന്നു. ഇത്രയും നാൾ ഈ നീചന്മാരുടെ വാക്കുകൾ കേട്ട് ഒറ്റപ്പെടുത്തിയ പെങ്ങളെ കുറിച്ച് ഓർക്കവേ കുറ്റബോധത്താൽ അവന്റെ ഹൃദയം വെന്തൊരുകിപ്പോയിരുന്നു. ആ നിമിഷം സ്ത്രീ ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ്. ആ വിശ്വാസം അവനെ വേദനകളിൽ നിന്ന് കുറച്ചൊക്കെ മുക്തനാക്കിയിരുന്നു. എന്തൊക്കെയോ കണക്കുകൂട്ടലോടെ അവന്റെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭദ്ര രാവിലെ ചികിത്സയുടെ ഭാഗമായി ഗുരുവിന്റെ അടുത്തേക്ക് പോയതാണ്. അവൾ പോയതിനു ശേഷം ജയ് ഒന്നുകൂടെ കിടന്നതായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അവൻ ഉണർന്നതേ ഉള്ളായിരുന്നു. അവന്റെ ഫോണിൽ മെസ്സേജിന്റെ ശബ്ദമാണ് ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. ദേഷ്യത്തോടെ സംശയത്തോടെ അവൻ ആ ഫോൺ ഒന്ന് നോക്കി. പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കുറെ ഫോട്ടോസ് വന്നിരുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയ ജയുടെ മുഖം ഒരു വേള വലിഞ്ഞു മുറുകി. കണ്ണുകൾ രക്തവർണ്ണമായി മാറി. പ്രൈവറ്റ് നമ്പർ ആണെങ്കിലും ആ ഫോട്ടോസ് അയച്ച ആളെ മനസ്സിലാക്കാൻ അവൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. പ്രതീക്ഷിച്ചതായിരുന്നു ഈ ഒരു മെസ്സേജ്. നിന്റെ കാലം ഞാനായിരിക്കും ചിത്തെ, അതിനി സമയം ആവശ്യമായി വരികയില്ല. നീ കാത്തിരുന്നോ. നീ ഞാനുമായി കാണുന്ന ആ ദിവസം അന്ന് ആദ്യത്തെയും അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും. വെറുതെ വിടില്ല ഞാൻ പുന്നാര മോനെ. കണ്ണുകൾ അടച്ച് കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവൻ അതിന് കഴിയുമായിരുന്നില്ല. കയ്യിലിരുന്ന ഫോൺ ഞെരിഞ്ഞമരവേ പെട്ടെന്ന് ആ നമ്പറിൽ നിന്ന് കോൾ ജയെ തേടിയെത്തിയിരുന്നു. അവൻ തന്റെ ദേഷ്യം നിയന്ത്രിച്ച് ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ജിത്തിന്റെ ശബ്ദം കാതുകളിൽ പതിവേ ജയുടെ സകല നിയന്ത്രണം തെറ്റുന്നതായിരുന്നു. ജിത്തിനെ കൊല്ലാനുള്ള ദേഷ്യം അവനിൽ ആളിക്കത്തിയിരുന്നു ആ നിമിഷം. ഹലോ ആഞ്ജന സാർ, കേൾക്കാമോ? ജിത്ത് പിന്നെയും വിളിക്കവേ തന്റെ ദേഷ്യം ഒരുവിധം നിയന്ത്രിച്ച് ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. ആരാണ് സംസാരിക്കുന്നത്? മനസ്സിലാകാത്ത പോലെ ജയ് മറുപടി പറയുമ്പോൾ
അത് സാർ അറിയുന്നതിൽ കാര്യമില്ല. എനിക്ക് നന്നായി അറിയാം. സാറിന്റെ ഫ്രണ്ട് വിവാഹം കഴിച്ച ആ പെണ്ണ് ഈ മറ്റേ തൊഴിൽ ചെയ്ത് നടക്കുന്നവളാ. കണ്ടില്ലേ ഏതോരുത്തന്റെ കൂടെ കണ്ടാൽ അറക്കുന്ന പോലെ നിൽക്കുന്നത്. ജിത്ത് ആ രംഗം ഓർക്കവേ വെറുപ്പോടെ പറഞ്ഞു. എന്നാൽ ആ ചിത്രം ഓർക്കവേ ജയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അവളോട് ആദ്യമായി സംസാരിച്ച നിമിഷം അവന് മുന്നിൽ വ്യക്തമായി. അന്നവൻ പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാൽ ആ ഫോട്ടോയിൽ ജയെ കാണാൻ പറ്റുമായിരുന്നില്ല. ഭദ്രയെ മാത്രം കാണാൻ കഴിഞ്ഞുള്ളൂ. തങ്ങളുടെ നിമിഷത്തെ ഫോണിൽ പകർത്തിയവനെ ഓർക്കവേ ജയിൽ അവനെയായാലും അവളെയായാലും കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. അന്ന് അവിടെ തങ്ങളല്ലാതെ വേറെ ആരോ ഉണ്ടായിരുന്നു. ആരാണത്? അതിന് അവൻ ഉത്തരം കിട്ടിയിരുന്നില്ല. ജയുടെ ചിന്തകൾക്ക് വിരാമമിട്ട് ജിത്ത് വീണ്ടും തുടർന്നു. അത് മാത്രമാണോ സാർ? വേറൊരുത്തൻ അവളെ വീഴാതെ പിടിച്ചിരിക്കുന്നത് കണ്ടോ? ജിത്തിൽ പുച്ഛം. അഗ്നി അവളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അതിൽ ചിലത്. അതോർക്കവേ ഒരു വേള അവന്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. ഇതൊക്കെ എനിക്ക് എന്തിനാണോ? ദേഷ്യം കടിച്ചമർത്തി അവനോട് ജയ് ചോദിച്ചു. സർ, ഡെവി സാർ വലിയൊരു അപകടത്തിലാണ് വന്നു പെട്ടിരിക്കുന്നത്. സാറിന്റെ PA അല്ലേ? അതിലുപരി സാറിന്റെ ആത്മമിത്രമല്ലേ? അവളെ ഡെവി സാറിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് സാറിന്റെ കടമയല്ലേ? ജിത്ത് ഇല്ലാത്ത വിനയം കാണിക്കവേ ജയിൽ പുച്ഛം നിറഞ്ഞു. ഞാൻ വേണ്ടത് ചെയ്തോളാം പറഞ്ഞുകൊണ്ട് ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ ഫോൺ കട്ടാക്കിയിരുന്നു. അവൻ അയച്ച ഫോട്ടോയിലേക്ക് നോക്കവേ ഒരു വേള അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജയും അഗ്നിയും പോരാഞ്ഞ് വേറെ പലരുടെ കൂടെ നിൽക്കുന്ന മോശമായ രീതിയിലുള്ള മോർഫ് ചെയ്ത ഫോട്ടോസ് ആയിരുന്നു ബാക്കിയുള്ളവ. എന്നെ വിശ്വസിപ്പിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജിത്ത്. പക്ഷെ നിന്നെ മുന്നിൽ കാണുന്ന നിമിഷം നീ എൻ്റെ മുന്നിൽ എൻ്റെ കാൽ കീഴിൽ മരണത്തിന് വേണ്ടി യാചിക്കും. അതിനധിക സമയം ഉണ്ടാകില്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ ഫോൺ പിന്നെ ബെല്ലടിച്ചത്. ജയ്, നമ്മൾ സംശയിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ആരോമലിന്റെ പെങ്ങൾ തന്നെയാണ് നിത എന്ന നിതാരയും. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. അവൾ കമ്പനിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. ഇനി എന്താണ് ചെയ്യേണ്ടത്? മറുതലയ്ക്ക് സംസാരിക്കുന്ന ആൾ സംശയത്തോടെ ചോദിച്ചു. തൽക്കാലം ഒന്നും വേണ്ട. ഞാൻ വന്നു കഴിഞ്ഞ് എന്താണെങ്കിലും ചെയ്യാം. തൽക്കാലം അവൾക്കൊരു സംശയത്തിനിട കൊടുക്കരുത്. ശരിയടാ പറഞ്ഞുകൊണ്ട് അവൻ കോൾ അവസാനിപ്പിച്ച് നിതയെ വല്ലാതെ ഒരു തരം നോട്ടം നോക്കി. അതിൽ നിറഞ്ഞു നിന്നിരുന്നത് ക്രൂരമായ ചിരി മാത്രമായിരുന്നു. പിന്നെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഈ ദിവസങ്ങളിൽ ജയ് ഭദ്രയുടെ കൂടെ തന്നെ നിന്നിരുന്നു. അന്ന് വിളിച്ചതിന് ശേഷം ജിത്തിന്റെ കോളുകൾ ജയ്യെ തേടി എത്തിയില്ല. എങ്കിലും മറുവശത്ത് നിന്ന് ജിത്തിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം